എടാ ബന്നി, നീ എന്താ ഈ കാണിക്കുന്നത്? ഇല്ല, എനിക്കറിയില്ല. ഞാൻ എല്ലാം ട്രൈ ചെയ്ത് നോക്കിയതാ. എന്തായാലും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കട്ടെ. അല്ല, ഇതെങ്ങനെയാണ് തല തിരിഞ്ഞ് ഓടിക്കൊണ്ടിരിക്കുന്നത്? ഇത്രയും വലിയ ഫാക്ടറിയോ? ഈ ടിക്കറ്റ് തന്നത് മാഡമാണ്. ഇതാണ് ഈ വർഷത്തെ ഏറ്റവും വലിയ ഗിഫ്റ്റ്. വരൂ വരൂ. വെൽക്കം ടു ദ ചോക്ലേറ്റ് ഫാക്ടറി. ഞാൻ നിങ്ങളെ രാവിലെ മുതൽ കാത്തിരിക്കുകയാണ്. അകത്തേക്ക് വന്നാട്ടെ. വന്നോളൂ. ഞങ്ങളുടെ കമ്പനിയിൽ ഉണ്ടാക്കുന്ന ചോക്ലേറ്റ് ലോകം മുഴുവൻ പ്രശസ്തമായ ചോക്ലേറ്റ് ആണ്. ഞാനത് കഴിച്ചിട്ടുണ്ട്. നിങ്ങൾ പോകുമ്പോൾ ഞാൻ നിങ്ങൾക്കൊരു ഗിഫ്റ്റ് ഹാമ്പർ തരുന്നതായിരിക്കും. ഞങ്ങളിപ്പോ വന്നതല്ലേ ഉള്ളൂ. ആദ്യം ഞങ്ങൾ ഈ ഫാക്ടറി ഒന്ന് കണ്ടോട്ടെ. സംശയമുണ്ടോ? ഈ ഫാക്ടറിയുടെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇത് മുഴുവൻ ഓട്ടോമാറ്റിക് ആണ്. വർക്കേഴ്സിന്റെ യാതൊരു ആവശ്യവുമില്ല. നിങ്ങൾ ഇതിനെ പോയി കണ്ടു നോക്കിക്കോളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഞാൻ എന്റെ ക്യാബിനിൽ ഉണ്ടാവും. വേഗം വാ, നമുക്ക് അതിന്റെ അടുത്തേക്ക് പോയി ചോക്ലേറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. വാവ്, കണ്ടപ്പോ തന്നെ വായിൽ വെള്ളം വരുന്നുണ്ട്. എങ്കിലൊരെണ്ണം നമുക്കെടുത്ത് കഴിക്കാം. വേണ്ട, നിൽക്ക്. ഹണി, എന്തായി സംഭവിക്കുന്നത്? രക്ഷിക്ക്, കൈ അങ്ങനെ ഒട്ടിപ്പിടിച്ചു. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മുന്നോട്ട് നോക്ക്. എന്താ ചെയ്യാ ഇപ്പൊ? എന്താ ചെയ്യാ? ഈ മെഷീന് കൺട്രോൾ റൂമിൽ നിന്നും സ്റ്റോപ്പ് ചെയ്യാൻ കഴിയുമായിരിക്കും. പോയി നോക്കാം. അല്ല, ഇതെന്താണ് ഇത്രയും വലിയ ബട്ടൺസോ? ഇനിയിപ്പോ എന്താ ചെയ്യാ? ബണ്ണി, വേഗം എന്തെങ്കിലും ഒന്ന് ചെയ്യേ. എന്തെങ്കിലും സംഭവിച്ചോ? ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചു. അങ്ങോട്ട് നോക്ക്. വേഗം അവരെ എങ്ങനെയും രക്ഷിക്ക്. എന്നെ വേഗം രക്ഷിക്കടാ. അക്കുത്തിക്കുത്താന വരമ്പ കല്ല് കുത്തി കരിങ്കുത്തി. ഞാൻ രക്ഷപ്പെട്ടു. എടാ സോർദാറേ, മിഷൻ സ്റ്റോപ്പ് എത്തിക്കഴിഞ്ഞടാ. എടാ അങ്ങോട്ട് നോക്ക്. ആപത്ത് ഘട്ടം ഇനി കഴിഞ്ഞിട്ടില്ല. സംശയമുണ്ടോ? ഞാൻ രക്ഷപ്പെട്ടിട്ടില്ല. ഇളകി. എടാ എന്തീ കാണിക്കുന്നത്? വേഗം എഴുന്നേക്ക്, ആപത്ത്. എടാ അവരിനി രക്ഷപ്പെട്ടിട്ടില്ലെന്നാ തോന്നുന്നത്. എന്താ ഇനി നീ തന്നെ പറ, എന്താ ചെയ്യാ? ഞാൻ എന്ത് പറയാനാ? എടാ ഒന്ന് നിൽക്ക്.
എടാ ബന്നി, നീ എന്തായി കാണിച്ചത്? ഇവര് പഞ്ച് മിഷീന്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്ത്? എടാ അവരിപ്പോ കട്ടർ മെഷീന്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വീണ്ടും പുറകിൽ, മുൻപിൽ, പുറകിൽ, മുൻപിൽ, പുറകിൽ, മുൻപിൽ. എടാ ബന്നി, നീ എന്തായി കാണിക്കുന്നത്? ഇല്ല, എനിക്കറിയില്ല. ഞാൻ എല്ലാം ട്രൈ ചെയ്ത് നോക്കിയതാ. എന്തായാലും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കട്ടെ. അല്ല, ഇതെങ്ങനെയാണ് തല തിരിഞ്ഞ് ഓടിക്കൊണ്ടിരിക്കുന്നത്? അല്ല, ചിലപ്പോ ഈ ബട്ടൺസ് ആയിരിക്കാം. കുളിച്ചിട്ട് കഴിക്കുന്നവരെ കണ്ടിട്ടുണ്ട്, കുളിച്ചോണ്ട് തന്നെ കഴിക്കുന്നവരെ ഇപ്പോഴാണ് കാണുന്നത്. സംശയണ്ടോ? എല്ലാം ശരിയായെന്നാണ് തോന്നുന്നത്. ഹാ. അല്ല, ഞാൻ എന്താ ഈ കാണിച്ചത്? ഈ മെഷീൻ എങ്ങനെയെങ്കിലും നിർത്തിയേ മതിയാകൂ. കുറച്ച് സ്പീഡ് കൂടിയെന്നാ തോന്നുന്നേ. ഇല്ല. നീ വല്ലാതെ ചിരിച്ചതല്ലേ? ഈ ബന്നിയെ ഞാൻ വേഗം മെഷീൻ നിർത്ത. എന്നെ രക്ഷിക്ക്. പേടിക്കണ്ട, ഞാൻ എന്തെങ്കിലും ചെയ്യാം. എന്ത് ചെയ്യും? എന്താ ചെയ്യാ? ഈ കട്ടർ മെഷീന്റെ സ്വിച്ച് എവിടെയാണ്? ഇതായിരിക്കും. ഒന്ന് വേഗം വാ. നീ എന്തായി കാണിക്കുന്നത്? പോപ്പട്ടി നമ്മുടെ കൂട്ടുകാരനാണ്. അവനിപ്പോ ചോക്ലേറ്റ് ആയിന്ന് വെച്ച് നിനക്ക് ഞാൻ അവനെ തിന്നാൻ തരില്ല. എടാ, ഞാൻ അവനെ റാപ്പർ എന്ന് പുറത്തെടുക്കുകയായിരുന്നു. എന്നെ നീ കഴുതയെന്ന് കരുതണ്ട, എനിക്കെല്ലാം അറിയാം. റാപ്പർ എടുത്ത് കഴിഞ്ഞാലേ നമുക്ക് ചോക്ലേറ്റ് കഴിക്കാൻ കഴിയുള്ളൂ. കഴുതേ, പോപ്പട്ടിന്റെ ശ്വാസം ഇപ്പൊ നിൽക്കും. പോപ്പട്ട് ഉറഞ്ഞു പോയിരിക്കുകയാണ്. അവനെ ഉടൻ തന്നെ വെള്ളത്തിലിട്ട് പഴയതുപോലെ ആക്കണം. വെള്ളം എവിടെന്ന് പറയാ? അവിടെ ഉണ്ടല്ലേ? നിങ്ങളൊക്കെ കൂടി എന്നെ എന്താണ് ചെയ്തത്? ഒന്നെങ്കിൽ എടുത്ത് കുളിപ്പിക്കുന്നു, അല്ലെങ്കിൽ എടുത്ത് എറിയുന്നു. എടാ, ഇതെന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? എല്ലാം പൊട്ടിത്തെറിക്കുന്നു. ഇതെന്താ നിങ്ങൾ ഈ കാണിച്ചത്? സിസ്റ്റം ഒക്കെ ഉടൻ തന്നെ ഷട്ട് ഡൗൺ ചെയ്യൂ. മേഡം ഇതെല്ലാം അറിഞ്ഞു കഴിഞ്ഞ പിന്നെ ഒരിക്കലും ഒരു സ്ഥലത്തേക്ക് നമ്മളെ വിടുകയില്ല. സംശയമുണ്ടോ? നിങ്ങൾ എന്താണ് ഈ കാണിച്ചത്? സോറി. സോറിയോ? ഒരു സോറി പറഞ്ഞാൽ മതിയോ? എങ്കിൽ ഞങ്ങളെ 8-10 സോറി എന്ന് പറഞ്ഞേക്കാം. നിങ്ങൾ കാരണം ഫാക്ടറി മുഴുവൻ നശിച്ചു പോയിരിക്കുകയാണ്. സിസ്റ്റം മുഴുവൻ ഡാമേജ് ആയിരിക്കുന്നു. സാർ, ഞങ്ങൾ തെറ്റായിട്ട് ഒന്നും തന്നെ ചെയ്തിട്ടില്ല. ഒരാവശ്യവുമില്ലാതെയാണ് നിങ്ങൾ ഞാൻ ഫാക്ടറി കാണാൻ ഇവിടേക്ക് കൊണ്ടുവന്നത്. എന്റെ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ തെറ്റായത്. റിയലി സോറി സാർ. മുതലാളി ഇപ്പൊ ഇൻസ്പെക്ഷൻ വേണ്ടി ഇങ്ങോട്ട് വരും. ഞാനിപ്പോ എന്താ ചെയ്യാ? ഞങ്ങൾ അദ്ദേഹത്തോട് സോറി പറഞ്ഞേക്കാം. ഞാനാണ് സോറി പറയേണ്ടത്. ഐ ആം സോറി. ഇനി ഈ കമ്പനിക്കകത്ത് നിങ്ങളെ കണ്ടുപോകരുത്. ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞില്ലേ, ഈ തെറ്റ് മുഴുവൻ സംഭവിച്ചത് ഞങ്ങൾ കാരണമാണ്. സംശയമുണ്ടോ? അറിഞ്ഞുകൊണ്ടല്ല ഞങ്ങൾ ഇതൊക്കെ ചെയ്തത്. അയ്യോ സാർ, അങ്ങോ? അല്ല, എന്തിനാ ജോലിയൊക്കെ നിർത്തിയത്? ഈ ഫാക്ടറി എന്റെ തന്നെയല്ലേ? അത് പിന്നെ സാർ, അത് എന്താണെന്ന് വെച്ചാലേ, പപ്പ എനിക്ക് ചോക്ലേറ്റ് കഴിക്കണം. നീ വേഗം പോയി കഴിച്ചോ മോനെ. ഈ ഫാക്ടറി നമ്മുടേതാണ്. പറയൂ മാനേജർ, എന്ത് കാരണത്താലാണ് ജോലി നിർത്തി വെച്ചിരിക്കുന്നത്?
സാർ അത് ഞങ്ങള് പറയാം. ഇതെല്ലാം ഞങ്ങൾ കാരണമാണ് സംഭവിച്ചത്. നിങ്ങൾ കാരണമാണോ ജോലി നിന്ന് പോയത്? ചോക്ലേറ്റ് അതുകൊണ്ടാണോ നിർമ്മിക്കാത്തത്? ഞാൻ ആരാണെന്ന് അറിയാലോ അല്ലേ? എന്റേതാണ് ഈ ചോക്ലേറ്റ്. എപ്പോഴെപ്പോഴും ഇതിങ്ങനെ പറയേണ്ട കാര്യം എന്താ? അങ്ങാണ് ഇതിന്റെ മുതലാളിയെങ്കിൽ ചോക്ലേറ്റ് എല്ലാം അങ്ങയുടെ തന്നെ ആണല്ലോ. വൗ, എത്ര മനോഹരമായ ചോക്ലേറ്റ്സ് ആണിത്. എടോ മാനേജരെ, താൻ എന്തൊക്കെയാണ് ഈ കാണിച്ചു വെച്ചിരിക്കുന്നത്? ഈ ചോക്ലേറ്റ് എല്ലാം എന്റേതാണ്. ബിസിനസ് സ്ട്രാറ്റജിയാണ്. വ്യത്യസ്തമായ ചോക്ലേറ്റ് കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. കണ്ടില്ലേ സ്റ്റാർ ചോക്ലേറ്റ് ഇഷ്ടപ്പെട്ടത്? ആ, അതുകൊണ്ടാണ് ജോലി നിർത്തി വെച്ചിരിക്കുന്നത്. അങ്ങ് വന്നതിന് ശേഷം അപ്രൂവൽ വാങ്ങി ജോലി തുടങ്ങാമെന്ന് കരുതി. പപ്പ, ഈ ഷേപ്പ് എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു. എന്റെ എല്ലാ ഫ്രണ്ട്സിനും ഞാൻ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കും. തീർച്ചയായിട്ടും കൊടുത്ത മോനെ. പക്ഷെ ചോക്ലേറ്റ് എന്റേതാണ്. ആ? കലക്കി കുട്ടികളെ, എന്ത് നല്ല ഐഡിയ ആണിത്. ഇതിനെന്തായാലും ഞാൻ നല്ല പബ്ലിസിറ്റി കൊടുക്കാൻ പോവാ. കോഡിങ്ങുകൾ വെക്കാൻ പോകുന്നു. അങ്ങനെ ലോകം മുഴുവൻ അറിയാൻ പോകുന്നു ചോക്ലേറ്റ് എന്റേതാണ്. സാർ, ഈ ഷേപ്പിൽ ചോക്ലേറ്റ് ഉണ്ടാക്കണമെങ്കിൽ മെഷീൻസിൽ ചെറിയ ചേഞ്ച് വരുത്തേണ്ടതുണ്ട്. എടോ ചെയ്യ്, വേഗം ചെയ്യ്. എത്ര കാശ് വേണോ അത് അക്കൗണ്ട്സിൽ നിന്ന് വാങ്ങിച്ചോ. ഉടൻ തന്നെ ചേഞ്ചസ് നടത്തി ജോലി തുടങ്ങിക്കോളൂ. ശരി സാർ. കുട്ടികളെ, ഇനി ഇതുപോലുള്ള ഐഡിയാസുകൾ ഉണ്ടെങ്കിൽ എന്നോട് പറയണം, കേട്ടല്ലോ? ഐഫൽ ടവറിന്റെ രൂപത്തിലുള്ള ലോലിപോപ്സ് നമുക്ക് ചെയ്യാം. ബ്രില്യന്റ്. മാനേജർ, ലോലിപോപ്പ് ഉണ്ടാക്കൂ. ഈ കുട്ടികൾ വളരെ ഇന്റലിജന്റ് ആണ്. ഇവർക്ക് കൈ നിറയെ ചോക്ലേറ്റ് കൊടുക്കൂ. ചോക്ലേറ്റ് എന്റേതാണ്. ബൈ ബൈ. വെളിച്ചത്തേക്കാൾ ഇരുട്ടിലെറിയുന്ന കല്ല് കൃത്യസ്ഥലത്ത് കൊള്ളും. അതിനെയാണ് ലെക്കെന്ന് പറയുന്നത്. സംശയമുണ്ടോ?